നമസ്കാരം. നമസ്കാരം. ലേഡീസ് അവറിന്റെ പുതുപുത്തൻ കാഴ്ചകളും ഒരുക്കി ഇതാ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോൾ മഴക്കാലമാണ്. എല്ലാവരും ഇങ്ങനെ മൺസൂൺ എത്തി. എല്ലാവരും മഴയില്ലാതെ ഇങ്ങനെ ഒരുപാട് വരൾച്ചയൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് വലിയ അനുഗ്രഹം തന്നെയാണ് മഴ എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് മഴയെ പ്രണയിക്കാത്ത മലയാളി ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് മലയാളി എന്നല്ല, പൊതുവെ എല്ലാവർക്കും പ്രണയമാണ് മഴയോട്, അല്ലേ? അതെ അതെ, മഴയ്ക്ക് ഒരു ഡിഫറെന്റ് മൂഡാണ് ശരിക്കും. പക്ഷെ ഒരു ഇച്ചിരി നമുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ മഴയോട് ഇത്രയും വെൽക്കം ആയിട്ടുള്ള ഒരു കാരണം രണ്ട് ഇടവപ്പാതി തുലാവർഷം അങ്ങനെ രണ്ട് മഴ സീസൺ തന്നെ മലയാളിക്ക് കിട്ടില്ല. പൊതുവേ തണുപ്പുള്ള സ്ഥലത്ത് മഴ പെയ്താൽ അത് ഭയങ്കര ഒരു പ്രേത അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു ഡിപ്രസിങ്. ഇപ്പൊ സിയാറ്റിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് US-ൽ. അവിടെ ആൾക്കാർ ഭയങ്കര സൂയിസൈഡിലാണ്. അതിനുള്ള കാരണം അവർ പറയുന്നത് അവിടെ ഭയങ്കര റെയിനിയാണ് എന്നുള്ളതാണ്. പക്ഷെ റെയിനി ആണെങ്കിൽ കൂടുതൽ ഹാപ്പി ആകുന്ന ഒരു കൂട്ടം ജനതയാണ് നമ്മൾ മലയാളികൾ. കാരണം നമുക്ക് കടലുണ്ട്, നമുക്കൊരു നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മൾ മഴക്കാലത്തും നമ്മൾ അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല. മഴ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര എനർജിയുടെ ഒരു സമയവും കൂടിയാണ്. കാര്യം മഴക്കാലം പനിയൊക്കെ ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും സ്കൂൾ വിട്ട് വരുന്നത് മഴ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകൾ എന്റെ സ്കൂൾ കാലത്തേക്കാണ്. സ്കൂൾ വിട്ട് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ ഈ റോഡിന്റെ രണ്ട് സൈഡിലൂടെ ഒഴുകി പോകുന്ന മഴവെള്ളം തട്ടിത്തെറിപ്പിക്കുക. അപ്പൊ എല്ലാവരും വഴക്ക് പറയും, കാലില് എന്തോ വളം കടിക്കുമെന്നൊക്കെ എന്നോട് പറയും. അങ്ങനെയൊക്കെ സംഭവിക്കും. അതുപോലെ ചൊറിച്ചിലുണ്ടാവും, രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കിടന്നുറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെ വെള്ളമൊക്കെ തെറിപ്പിച്ച് കൊണ്ടുപോവുക, ബോട്ടുണ്ടാക്കി കളിക്കുക. അതൊക്കെ പണ്ട് ഞാനൊക്കെ എന്റെ ഒരു കലയായിട്ട് തന്നെ ബോട്ട് ഉണ്ടാക്കാൻ അറിയാന്നുള്ളത് ഭയങ്കര ഗമയായിട്ട് കൊണ്ടുനടന്നിരുന്ന ഒരാളാണ്. അതെ അതെ, ശരിക്കും പറഞ്ഞാല് എന്താണ് മഴക്കാലത്ത് നമുക്ക് ഒരു ഇച്ചിരി നല്ല ഫ്രൈഡ് ഐറ്റംസും എല്ലാം കഴിക്കാനൊരു വീട്ടിലൊരവസരവും ആകെ കിട്ടുന്നത് അപ്പോഴാണ് കേട്ടോ. മഴക്കാലത്ത് ഇത്തിരി ചൂടായിട്ട് എന്തെങ്കിലും തവിടെ കൂടെ പോട്ടെ, ചൂട് കഞ്ഞിയാണെങ്കിൽ അല്ലെങ്കിൽ ചൂടായിട്ട് വല്ല ബജിയും ഒക്കെ ഉണ്ടാക്കി തരുന്ന ഒരു സമയം കൂടെയാണ് മഴക്കാലം. പക്ഷെ എങ്കിൽ പോലും മഴക്കാലത്തിന്റെ നല്ല വശത്തിന്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ആ പനിയും ജലദോഷവും മഴക്കാലത്തോടനുബന്ധിച്ച് വരുന്ന കുറെ രോഗങ്ങളും ഉണ്ട്. അതിൽ ഒന്നാം സ്ഥാനക്കാരനാണ് ഈ പനിയും ജലദോഷവും. പനിക്കൊക്കെ എന്താ എത്രയാ പേര്: തക്കാളിപ്പനി, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, പന്നിപ്പനി, പക്ഷിപ്പനി എന്നിങ്ങനെ പനികളുടെ ഒരു വെറൈറ്റി തന്നെ ഉണ്ട്. മഴക്കാലം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. എല്ലാ രോഗങ്ങളിൽ നിന്നും പരമാവധി രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും രോഗം വരാതെ ശ്രദ്ധിക്കുന്നതാണ് നല്ലതെന്ന് നമ്മൾ എപ്പോഴും പറയും. അപ്പൊ അത് തന്നെ ആ ഒരു ശ്രദ്ധ, ആ ഒരു കരുതൽ കൂടുതൽ കാണിക്കുക മഴക്കാലത്ത്. മഴക്കാല അസുഖങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. മഴക്കാലത്ത് നമുക്ക് ആസ്വദിക്കാം, അത് കരുതലോടെ ആകാം. അപ്പൊ നമുക്ക് ആദ്യ സെഗ്മെന്റ് കണ്ടിട്ട് വരാം. നമസ്കാരം, ഞാൻ ഡോക്ടർ പി ശോഭ. ഞാൻ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചിയിൽ ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്തനങ്ങളിൽ വരുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ്. എൻ്റെ OPയിൽ പല സ്ത്രീകളും സ്തനങ്ങളിലുള്ള വേദന അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. സ്തനങ്ങളിൽ വേദന അനുഭവപ്പെടുന്നതിന് പറയുന്നത് മാസ്റ്റാൾജിയ എന്നാണ്. ഇത് പല കാരണങ്ങളും കൊണ്ടാകാം. ഏറ്റവും പ്രധാനപ്പെട്ടത് മാസമുറയ്ക്ക് മുമ്പുള്ള ഹോർമോണുകളുടെ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന വേദനയാണ്. ഇത് മാസമുറ കഴിയുന്നതോടുകൂടി മാറുകയും ചെയ്യുന്നു. വേറൊരു പ്രധാനപ്പെട്ട കാരണം ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഓഫ് ദ ബ്രസ്റ്റ് എന്ന് പറയപ്പെടുന്നു. ഈ അസുഖത്തിലാണെങ്കിലോ സ്തനങ്ങളിൽ ചെറിയ മുഴകൾ അനുഭവപ്പെടുന്നു. വേദന മൊത്തത്തിലായോ ഒരു ഭാഗത്തിലായോ അനുഭവപ്പെടാം. ചില മരുന്നുകൾ, വിറ്റമിൻ E, ഈവനിങ് പ്രിംറോസ് ഓയിൽ എന്നിവയുടെ ഉപയോഗം കൊണ്ട് ഇതിന് പരിഹാരം കണ്ടെത്താവുന്നതാണെന്ന് പറയുന്നു. എന്ത് മരുന്നെടുത്താലും അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എടുക്കാൻ പാടുകയുള്ളൂ. ഇനി മുലയൂട്ടുന്ന സ്ത്രീകളിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് മാസ്റ്റൈറ്റിസ്, ബ്രസ്റ്റ് ആബ്സസ് എന്നിവ. മുലഞ്ഞെട്ടുകളിൽ ഉണ്ടാകുന്ന ക്രാക്കിൽ കൂടെ ചെറിയ അണുബാധ ഉണ്ടാകുന്നതിനെയാണ് മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് ചില സമയങ്ങളിൽ ബ്രസ്റ്റ് ആബ്സസ് ആയിട്ടും മാറാം. ബ്രസ്റ്റ് ആബ്സസിൽ പഴുപ്പ് കെട്ടിക്കിടക്കുന്നു. തൊലിപ്പുറത്ത് ചുവന്ന നിറമോ കല്ലിപ്പോ തോന്നാം. പഴുപ്പ് കുത്തിയെടുക്കുന്നതോടുകൂടിയും ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രയോഗത്തോടു കൂടിയും ഈ പ്രശ്നവും പരിഹരിക്കാവുന്നതാണ്. ഇനി ഞാൻ ചില മുഴകളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള യുവതികളിൽ കണ്ടുവരുന്ന പ്രശ്നമാണ് ഫൈബ്രോ അഡിനോമ. ഇത് പല വലിപ്പത്തിലുണ്ടാകാം.
ചെറിയ മുഴകളെ നമ്മൾ ഒന്നും ചികിത്സ കൊടുക്കാറില്ല. 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലോ പെട്ടെന്ന് വളരുന്ന മുഴകളോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നതാണ്. അതുകൂടാതെ കുത്തി നോക്കി പരിശോധിക്കുമ്പോൾ അർബുദം എന്ന് സംശയിക്കുന്ന മുഴകളും നീക്കം ചെയ്യപ്പെടുന്നതാണ്. വേറെ ചില മുഴകളാണെങ്കിൽ പറയുന്നത് ഫാറ്റ് നെക്രോസിസ് അല്ലെങ്കിൽ ഗാലക്ടോസീൽ എന്നിവയാണ്. ഫാറ്റ് നെക്രോസിസ് സാധാരണ എന്തെങ്കിലും ചതവ് പറ്റുമ്പോഴാണ് ഉണ്ടാകുക. ഇതിൽ കൊഴുപ്പ് ഫാറ്റി ആസിഡിലേക്ക് മാറി കാൽഷ്യം അടിഞ്ഞുകൂടുന്നതോടുകൂടിയാണ് ചെറിയ മുഴകളായി മാറുന്നത്. ഗാലക്ടോസീലിൽ പാൽ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഏത് മുഴകളാണെങ്കിൽ പോലും നമ്മൾ ഒരു ഡോക്ടറിനെ കാണേണ്ടതാണ്. ഈ മുഴകൾ കൂടാതെ ഏറ്റവും നമ്മൾ ഭയപ്പെടുന്ന ഒരു പ്രശ്നമാണ് സ്തനാർബുദം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന അർബുദമാണ് സ്തനാർബുദം. എന്തുകൊണ്ടാണ് സ്തനാർബുദം ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാരമ്പര്യം തന്നെ. അമ്മയ്ക്കോ അമ്മയുടെ സഹോദരിമാർക്കോ സ്വന്തം സഹോദരിമാർക്കോ മാറിൻ്റെ അർബുദം വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടുന്നു. ഇതുകൂടാതെ ഒരു മാറിൽ സ്തനാർബുദം വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ മാറിലും വരാനുള്ള സാധ്യത കൂടുതലാണ്. 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടുതലായി കണ്ടുവരുന്നത്. പ്രായം കൂടുന്തോറും ഈ സാധ്യതയും കൂടുന്നു. ഇതുകൂടാതെ ജനിതക ഘടകങ്ങൾ ജീൻസ് BRCA1, BRCA2 എന്നീ ജീനുകളുടെ വ്യത്യാസങ്ങൾ കൊണ്ടും സ്തനാർബുദം ഉണ്ടായി വരുന്നുണ്ട്. ഇതുകൂടാതെ ജനിതക ഘടകങ്ങളായ BRCA1, BRCA2 ജീനുകളുടെ വ്യത്യാസം കൊണ്ടും സ്തനാർബുദം ഉണ്ടാകുന്നതായി കണ്ടുവരുന്നു. ഗർഭനിരോധന ഗുളികകളുടെ ഉപയോഗം ഇന്ന് കൂടി വരുന്നുണ്ട്. ഗർഭനിരോധന ഗുളികകൾ ഹോർമോൺസ് ആണ്. അതുപോലെ തന്നെ ആർത്തവ വിരാമത്തിന് ശേഷം ഉപയോഗിക്കുന്ന ഹോർമോൺ ഗുളികകൾ, ആർത്തവം നീട്ടിവെക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ ഗുളികകൾ എന്നിവയുടെ ഉപയോഗം കൊണ്ടും സ്തനാർബുദത്തിൻ്റെ സാധ്യത വളരെയധികം കൂടുന്നു. അതുപോലെ തന്നെ മദ്യപാനവും പുകവലി കൊണ്ടും സ്തനാർബുദം ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണെന്ന് കണ്ടുവരുന്നു. ഇതുകൂടാതെ നേരത്തെ വരുന്ന ആർത്തവം അല്ലെങ്കിൽ വൈകി വരുന്ന ആർത്തവ വിരാമം ഉള്ള സ്ത്രീകളിലും സ്തനാർബുദത്തിൻ്റെ സാധ്യത കൂടുതലാണ്. 30 വയസ്സിൽ മുകളിൽ ആദ്യത്തെ പ്രസവം നടക്കുന്ന സ്ത്രീകളിലും സ്തനാർബുദത്തിൻ്റെ സാധ്യത കൂടുതലായി കണ്ടുവരുന്നു. മുലയൂട്ടാത്ത സ്ത്രീകളിലും കുട്ടികൾ ഉണ്ടാവാത്ത സ്ത്രീകളിലും സ്തനാർബുദത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൂടാതെ പൊണ്ണത്തടിയുള്ളവർക്കും അമിതവണ്ണമുള്ളവരിലും സ്തനാർബുദത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണം ഇല്ലാതെ കൂടുതൽ റെഡ് മീറ്റ് ഉപയോഗിക്കുന്നവരിലും സ്തനാർബുദത്തിൻ്റെ സാധ്യത വളരെയധികം കൂടുന്നു. ഇനി എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മുഴകളാണ് വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന രോഗലക്ഷണം. 90% മുഴകളും വേദന ഇല്ലാത്തവയായിരിക്കും. എന്നിരുന്നാലും 10% മുഴകൾ വേദന ഉള്ളതാവുന്നു. എന്ത് മുഴകൾ കണ്ടാലും നമ്മൾ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഒരു സംശയവും വിചാരിച്ച് പേടിച്ചോ നമ്മൾ വച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളതല്ല. ഇതുകൂടാതെ മുലഞ്ഞെട്ടുകളുടെ നിരപ്പിലുള്ള വ്യത്യാസം, മുലഞ്ഞെട്ടുകളിൽ ശലകങ്ങൾ അല്ലെങ്കിൽ പുണ്ണ് എന്നിവ കാണപ്പെടുക, മുലഞ്ഞെട്ടുകളിൽ കൂടെ രക്തസ്രാവം അഥവാ വേറെ എന്തെങ്കിലും ദ്രാവകം കാണുക, തൊലിപ്പുറത്തുള്ള ചുവപ്പ് നിറം, തൊലിപ്പുറത്ത് ഓറഞ്ചിൻ്റെ തൊലി പോലെ കാണപ്പെടുക എന്നിവ ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്. കക്ഷങ്ങളിലടിയിലുള്ള മുഴകളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുപോലെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറിനെ കാണുക. എങ്ങനെ നമുക്ക് സ്തനാർബുദം വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം? ആദ്യം പറഞ്ഞത് കൂട്ട് തന്നെ ജനിതക ഘടകങ്ങൾ ഉള്ളവരിൽ, പാരമ്പര്യമായിട്ട് സ്തനാർബുദം ഉള്ളവരിലും നമ്മൾ ഈ ജീനുകളുടെ ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. ടെസ്റ്റിൻ്റെ റിസൾട്ട് അനുസരിച്ച് ചിലരിൽ പ്രൊഫിലാക്റ്റിക് ഊഫറക്ടമി അല്ലെങ്കിൽ പ്രൊഫിലാക്റ്റിക് മാസ്റ്റക്ടമി എന്നിവ ശസ്ത്രക്രിയ ചെയ്യുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ സമീകൃത ആഹാരം വളരെ അത്യാവശ്യമാണ്. കൂടുതൽ കൊഴുപ്പുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക, നമ്മുടെ വണ്ണവും നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സും ശരിയായ അളവിൽ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. റെഡ് മീറ്റ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായി ഉപയോഗിക്കുക. ഇവയിൽ വിറ്റമിനുകളും ആൻറ്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മളെ സ്തനാർബുദത്തിൽ നിന്നും രക്ഷിക്കുന്നു. ഗർഭനിരോധന ഗുളികകളോ ഹോർമോൺ ഗുളികകളോ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക.
ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ഹോർമോണുകളും വളരെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഏത് മരുന്ന് ഉപയോഗിച്ചാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കുക. അതുപോലെ തന്നെ പുകവലിയോ പാസീവ് സ്മോക്കിങ്ങോ മദ്യപാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കുക. മുലയൂട്ടൽ തീർച്ചയായും 6 മാസം വരെ ചെയ്തിരിക്കണം. ഇത് നമ്മളെ സ്തനാർബുദം വരാതിരിക്കുന്നതിൽ സഹായിക്കുന്നു. ഇതുപോലെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരളവ് നമുക്ക് സ്തനാർബുദം വരാതിരിക്കുവാൻ സഹായിക്കും. ഇത് കൂടാണ്ട് വേറെ ചില ടെസ്റ്റുകളും നമ്മൾ ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വയം മാറിട പരിശോധന. ഏതൊരു സ്ത്രീയും 20 വയസ്സിന് മുകളിലാണെങ്കിൽ സ്വയം മാറിട പരിശോധന എല്ലാ മാസവും ചെയ്തിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഉള്ള വിധം ഞാൻ പറഞ്ഞു തരാം. അതുകൂടാതെ ചെയ്യേണ്ട ടെസ്റ്റുകളാണ് മാറിടങ്ങളുടെ അൾട്രാസോണോഗ്രാം അല്ലെങ്കിൽ മാമോഗ്രാം. ഇതുകൂടാതെ MRI മാമോഗ്രാമും ചെയ്യാവുന്നതാണ്. FNAC അല്ലെങ്കിൽ കുത്തി നോക്കി പരിശോധിക്കുക അല്ലെങ്കിൽ ബയോപ്സി എന്നിവയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ്. മാമോഗ്രാഫിയിൽ ചെറിയ തോതിൽ എക്സ്റേ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ ശരീരത്തിന് ഹാനി ചെയ്യുന്നില്ല. അൾട്രാസോണോഗ്രാമിലും MR മാമോഗ്രാമിലും എക്സ്റേയുടെ ഉപയോഗം തീരെയില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്വയം മാറിട പരിശോധന തന്നെ. ഇതിന് പുറമെ ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നതും മാറിലെ സ്തനാർബുദം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. ട്രിപ്പിൾ ടെസ്റ്റിൽ ഒരു ഡോക്ടർ വിദഗ്ധ പരിശോധന ചെയ്യുന്നു. അതുകൂടാതെ മാമോഗ്രാമോ അൾട്രാസോണോഗ്രാമോ ചെയ്യിപ്പിക്കുന്നു. അതും കൂടാതെ മുഴകൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ ബയോപ്സിയോ FNACയോ എടുക്കുന്നു. ഇതിനാണ് ട്രിപ്പിൾ ടെസ്റ്റ് എന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി സ്വയം മാറിട പരിശോധന എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 20 വയസ്സിന് മുകളിലുള്ള ഏതൊരു സ്ത്രീയും എല്ലാ മാസവും സ്വയം മാറിട പരിശോധന ചെയ്യേണ്ടതാണ്. ആർത്തവം ശരിയായി വരുന്നവർക്ക് ഇത് ആർത്തവം നിന്നതിന് ശേഷം 7 ദിവസം തൊട്ട് 10 ദിവസം വരെ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാൻ പറ്റും. ആർത്തവ വിരാമം നടന്നവരിലോ അഥവാ ഗർഭാശയം നീക്കം ചെയ്യപ്പെട്ടവരിലോ ആർത്തവം മുറയ്ക്ക് വരാത്തവരിലോ ഇത് എല്ലാ മാസവും നിശ്ചിത ദിവസം ചെയ്യുക. ഏത് ദിവസം ചെയ്താലും ആ തീയതി കലണ്ടറിൽ കുറിച്ചിടുക. എല്ലാ മാസവും ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ മുഴകൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ലെങ്കിലും അത് ഒരു 1.5-2 സെൻറ്റിമീറ്റർ ആകുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ മുഴ കണ്ടുപിടിച്ച ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ വസ്ത്രങ്ങൾ വയറ് വരെ നീക്കം ചെയ്യുക. എന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സ്വയം മാറിടങ്ങൾ നോക്കി പരിശോധിക്കുക. മേൽപ്പറഞ്ഞ ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മുഴകളുടെ രീതി അനുസരിച്ച് ചികിത്സയും മാറുന്നു. സാധാരണഗതിയിൽ ശസ്ത്രക്രിയയാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. ചില രോഗങ്ങൾക്ക് നമ്മൾ കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും വരെ ചെയ്യുന്നു. ചില മരുന്നുകൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടിയും ഇരിക്കുന്നതാണ്. എന്ത് മരുന്നാണെങ്കിലും അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ സമയാസമയങ്ങളിൽ ചെക്കപ്പും ചെയ്യേണ്ടതാണ്. ഒന്ന് ഓർക്കുക, സ്തനാർബുദം വളരെയധികം പ്രശ്നമുള്ള ഒരു അസുഖമാണ്. പക്ഷേ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിന് ശരിയായ ചികിത്സ ലഭിക്കുകയും ഇതിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യാൻ പറ്റുന്നതാണ്.